ഹായ് ഫ്രണ്ട്സ്, ഐ ആം അർജുൻ. എല്ലാവർക്കും മൂവി എക്സ്പ്ലോറർ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2019 മാർച്ച് മാസത്തിൽ തിയേറ്ററിലൊരു യുദ്ധം നടക്കാൻ പോവുകയാണ്. അതിനു മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മള് പുറത്തുനിന്നാണ്, ഒരു കവുങ്ങുതോട്ടത്തിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അത്യാവശ്യം നോയ്സ് ഒക്കെ ഉണ്ടായിരിക്കും. എയറിന്റെ സൗണ്ട്, അതായത് കാറ്റ് വീശുന്ന സൗണ്ടും പിന്നെ മരങ്ങള് ഇളകുന്ന സൗണ്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാരും ക്ഷമിക്കുക. 2019 മാർച്ച് 28 മോഹൻലാൽ ചിത്രം ലൂസിഫർ റിലീസാവുകയാണ്. പൃഥ്വിരാജ് സുകുമാരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ലൂസിഫർ. കൂടാതെ മുരളി ഗോപിയാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവറാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ് ലൂസിഫർ. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന രൂപത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ലാലേട്ടൻ ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ലൂസിഫർ. ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് ഇടും, അതായത് 4 കോടിക്ക് മുകളിൽ കളക്ഷൻ വരുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ലൂസിഫർ. ലാലേട്ടനെ കൂടാതെ ഇന്ദ്രജിത്ത്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, നൈല ഉഷ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നു. ഒടിയതിനു ശേഷം ലാലേട്ടൻ ഫാൻസ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ലൂസിഫർ. ലൂസിഫറിന്റെ റിലീസിന്റെ അന്ന് തന്നെ ഒരു മലയാള ചിത്രം റിലീസാവുകയാണ്. കുഞ്ഞിക്കയുടെ ദുൽഖർ സൽമാന്റെ ചിത്രം ഒരു യമണ്ടൻ പ്രേമകഥ. 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചെത്തുകയാണ് ദുൽഖർ സൽമാൻ. ബിബിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. അമർ അക്ബർ അന്തോണി, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ബിബിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണനും ഒന്നിക്കുന്ന ചിത്രമാണ് ഒരു യമണ്ടൻ പ്രേമകഥ. ആന്റോ ജോസഫാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. BC നൌഫലാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. നിഖില വിമൽ, സംയുക്ത മേനോൻ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ നായികമാരായി എത്തുന്നത്. ഇവരെ കൂടാതെ സൗബിൻ ഷാഹിറും സലീം കുമാർ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും ചിത്രത്തിൽ അണിനിരക്കുന്നു. ദുൽഖർ ഫാൻസ് ഏറെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ഒരു യമണ്ടൻ പ്രേമകഥ. ചിത്രം ഫസ്റ്റ് ഡേ ഒരു 2 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇതിനു മുന്നേയും ദുൽഖർ ചിത്രവും മോഹൻലാൽ ചിത്രവും തിയേറ്ററിൽ ഒരുമിച്ച് ഏറ്റുമുട്ടിയിട്ടുണ്ട്. ദുൽഖറിന്റെ ആദ്യ സിനിമയായ സെക്കൻഡ് ഷോ തിയേറ്ററിൽ ഒരു കടുത്ത മത്സരത്തിൽ ഏർപ്പെട്ടിരുന്നു. മോഹൻലാൽ ചിത്രമായ കാസനോവയും ദുൽഖർ ചിത്രം സെക്കൻഡ് ഷോയും ഒരുമിച്ചായിരുന്നു റിലീസ്. കാസനോവ ജനുവരി 26, 2012 ജനുവരി 26 റിലീസെങ്കിൽ ദുൽഖർ ചിത്രം സെക്കൻഡ് ഷോ റിലീസായത് ഫെബ്രുവരി 3 ആയിരുന്നു. ആ കാലത്ത് ഒരു ബിഗ് ബജറ്റ് ചിത്രമായിരുന്നു കാസനോവ. കൂടാതെ റോഷൻ ആൻഡ്രൂസ്, ബോബി ആൻഡ് സഞ്ജയ് ടീം ഒന്നിച്ചൊരു ചിത്രം കൂടിയായിരുന്നു കാസനോവ. ഫസ്റ്റ് റെക്കോർഡൊക്കെ ഇട്ടിരുന്നു. എങ്കിലും തുടക്കത്തിൽ കിട്ടിയ നെഗറ്റീവ് റിവ്യൂ കാരണം ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായി മാറുകയായിരുന്നു. പക്ഷേ ദുൽഖർ ചിത്രം സെക്കൻഡ് ഷോ തിയേറ്ററിൽ വിജയമായി മാറുകയുമായിരുന്നു. ഈ ടീം ദുൽഖറും മോഹൻലാലും വീണ്ടും ഏറ്റുമുട്ടി 2017 ജനുവരി 19 ദുൽഖർ ചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾ റിലീസാവുന്നത്. 2017 ജനുവരി 20 മോഹൻലാൽ ചിത്രം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോഴും റിലീസായി. ഈ 2 ചിത്രങ്ങളും തിയേറ്ററിൽ വലിയ വിജയമായിരുന്നു. എങ്കിലും മോഹൻലാൽ ചിത്രം മുന്തിരിവള്ളികൾ കുറച്ചുകൂടി മുന്നിൽ നിന്നു. കളക്ഷൻ ആണെങ്കിലും കൂടുതൽ ആളുകൾ കണ്ട രീതി നോക്കുകയാണെങ്കിലും മോഹൻലാൽ ചിത്രം മുന്തിരിവള്ളികളായിരുന്നു മുന്നിൽ. ചിത്രം 50 കോടി ക്ലബിൽ ഇടം നേടിയെന്നൊക്കെ പറയപ്പെടുന്നു. ടോട്ടൽ ബിസിനസ് 50 കോടി നേടിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വീണ്ടും ഒരു മോഹൻലാൽ ചിത്രവും ദുൽഖർ ചിത്രവും തിയേറ്ററിൽ ഒരുമിച്ച് ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഈ 2 ചിത്രവും വിജയമാവട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കുക. എങ്കിലും ഏറ്റവും വലിയ വിജയം ഇതിൽ ഏത് ചിത്രത്തിനാവുമെന്ന് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മ തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.